ഡൽഹിയിൽ എംപിമാരുടെ ഫ്ളാറ്റിൽ തീപിടുത്തം. പാർലമെന്റിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയുള്ള ബ്രഹ്മപുത്ര ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. പാർക്കിംഗ് ഏരിയയിൽ കൂട്ടിയിട്ടിരുന്ന ഫർണിച്ചറുകളിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് വിവരം. 6 ഫയർ എഞ്ചിനുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവസാനഘട്ട പരിശോധനകൾ ഈ ഫ്ളാറ്റുകൾക്കുള്ളിലും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടുതലായി ഉയർന്ന് കണ്ടെത്തുന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളമൊഴിക്കുന്ന നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു സ്റ്റോർ ഏരിയയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇവിടെ പഴയ ഫർണിച്ചറുകൾ, സോഫകൾ സെറ്റുകളും മറ്റും കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നാണ് തീ പടർന്നത്. എന്നാൽ അരമണിക്കൂർ കൊണ്ട് തീ അതിവേഗം പടർന്നുയരുകയായിരുന്നു. ഈ ആദ്യ 3 നിലകൾ എന്നുള്ളത് എംപിമാരുടെ സ്റ്റാഫിന്റെ ക്വാർട്ടറുകളാണ്, സ്റ്റാഫുകൾക്ക് അനുവദിക്കുന്ന ക്വാർട്ടറുകളാണ്. അവിടെയാണ് തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 8 അത്തരത്തിലുള്ള ക്വാർട്ടറുകളോളം ഇത്തരത്തിലുള്ള തീപിടുത്തത്തിന്റെ ആഘാതമുണ്ടായിരിക്കുന്നു. കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഈ 1ാം നിലയിലുള്ള 2 ക്വാർട്ടറുകൾ പൂർണ്ണമായും ഏതാണ്ട് കത്തി നശിച്ച നിലയിലാണ്. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചിരിക്കുന്നു ഈ ഒരു തീപിടുത്തത്തിൽ. ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രധാനമായും സ്റ്റോർ റൂമുകളായാണ് ഉപയോഗിക്കുന്നത്. അത് പഴയ ഫർണിച്ചറുകൾ, പുതിയ ഫർണിച്ചറുകൾ, ബെഡിംഗ് ഉപകരണങ്ങൾ, മറ്റ് പ്ലംബിംഗ് ഉപകരണങ്ങളും മറ്റും സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. അത്തരം ഒരു പ്രദേശത്ത് നിന്നാണ് തീ പടർന്നത്. നമുക്ക് ആ തീപിടുത്തത്തിന്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ആ തീപിടുത്തം ഉണ്ടായ സ്ഥലത്തു നിന്നും ഏതാണ്ട് 10-15 മീറ്ററോളം അകലെയാണ് ഈ ഒരു വാഹനം നിർത്തിയിട്ടിരുന്നത്. അതിലെ പെയിന്റ് ഉൾപ്പെടെയുള്ളവ അടർന്ന് പാളി നിൽക്കുന്ന നിലയിലാണ്. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് നിർമ്മിതമായ ഭാഗങ്ങളെല്ലാം തന്നെ ഉരുകി ഒലിച്ചിരിക്കുന്നു. ഇത്രത്തോളം ശക്തമായ ചൂട് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു എന്ന് തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആളപായമൊന്നും തന്നെ ഈ സംഭവത്തെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. ഈ തീ പടർന്ന ഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ അരമണിക്കൂറിലേറെ സമയമെടുത്താണ് ഫയർഫോഴ്സ് എത്തിയത് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. തൃണമൂൽ MP സാകേത് ഗോഖലെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. എന്തായാലും കേരളത്തിൽ നിന്നുള്ള എംപിമാരെ സംബന്ധിച്ചിടത്തോളം 4 പേർ ഈ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റ്സിലാണ് താമസിക്കുന്നത്. ജബി മേത്തർ, ജോസ് കെ മാണി, PP സുനീർ അടക്കമുള്ളവർ, ഒപ്പം തന്നെ ഹാരിസ് ബിരാൻ MP എന്നീ 4 പേർ ഇവിടെയാണ് താമസിക്കുന്നത്. അതിൽ ജബി മേത്തർ MPയുടെ സ്റ്റാഫിന്റെ ക്വാർട്ടറും കത്തിനശിച്ച ക്വാർട്ടറുകളിൽ ഉൾപ്പെടുന്നുണ്ട്. അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തിയ നിലയിലാണ് ഉള്ളത്. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ ഒരു തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ആ തീപിടുത്തത്തിന്റെ ചൂടിനെ തുടർന്ന് മുകളിൽ നിന്നും ടൈലുകളും വശങ്ങളിൽ ഒട്ടിച്ച ടൈലുകളും മറ്റും അടർന്നു വീഴുന്നതിനാൽ അവിടേക്ക് പ്രവേശിക്കുന്നത് ഫയർഫോഴ്സ് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും അതിന്റെ ആഘാതം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. ഈ ടൈലുകളും മറ്റും ചൂടിനെ തുടർന്ന് തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ആളുകളോട് അവിടേക്ക് പ്രവേശിക്കരുത് എന്ന നിർദ്ദേശം ഫയർഫോഴ്സ് നൽകിയിട്ടുണ്ട്. ഈ തീപിടുത്തത്തിന്റെ കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. അതിൽ ഈ ദീപാവലി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ പടക്കം പൊട്ടിച്ചതിൽ നിന്നും പടക്കത്തിന്റെ ശകലങ്ങൾ പോയി ഈ ഒരു സോഫ, പഴയ വസ്തുക്കൾ കൂട്ടിയിട്ട മേഖലയിൽ ഉണ്ടാവുകയും തീപ്പൊരിയിൽ നിന്നും തീ പടരുകയുമായിരുന്നു എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണം എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തി വരികയാണ് എന്നും ഈ തീപിടുത്തമുണ്ടായി അറിഞ്ഞ് എത്തിയ ഉടൻ തന്നെ ആളുകളെ ഒഴിപ്പിച്ചു, ആർക്കും ആളപായമോ പരിക്കുകളോ ഇല്ല എന്നും കൂടാതെ എന്താണ് കാരണം എന്നത് അന്വേഷിച്ചു വരികയാണ് എന്നുമാണ് ഫയർഫോഴ്സ് പ്രതികരിക്കുന്നത്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യസഭാംഗങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് തീപിടുത്തമുണ്ടായത്. കേരളത്തിൽ നിന്നുള്ള 4 പേർ അവിടെയാണ് താമസിക്കുന്നത്. ആർക്കും ഇതിൽ പരിക്കില്ല. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.